ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോഴും മാവേലിക്കര തന്നെയാണ്, നമ്മുടെ കുടുംബ വീട്ടിൽ അമ്മ ജനിച്ചു വളർന്ന വീടും പരിസരവും. അപ്പോൾ ഇന്ന് ഓണാട്ടുകരക്കാരുടെ, ഞാനൊരു ഓണാട്ടുകരക്കാരിയാണ്, ഈരേഴ് വടക്ക്, അതാണ് നമ്മുടെ ദേശം, ഈ കര. അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ ചെട്ടികുളങ്ങര അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഭരണി നാളാണ്. ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്നും കുത്തിയോട്ട വഴിപാടുകാരായ കുട്ടികളുടെ പ്രൊസഷനുണ്ട്. അവരുടെ പാട്ടുമൊക്കെ, കുത്തിയോട്ട പാട്ടുമൊക്കെ ആയിട്ട് അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷത്തോടു കൂടി ആനയിച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയും പോകുന്നുണ്ട് കുറേ. പിന്നെ അതുപോലെ തന്നെ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി കെട്ടുകാഴ്ചകളാണ്. കുതിരയും രഥവും ഹനുമാനും ഭീമനും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുന്നിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാം. അതിങ്ങനെ മാനുവലായിട്ട് വലിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം തന്നെ കാഴ്ചക്കണ്ടത്തിലേക്കാണ് പോകുന്നത്, ചെട്ടികുളങ്ങര അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ നടയിൽ. അപ്പോൾ ഏറ്റവും പവിത്രമായ ഓണാട്ടുകരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അതിൻ്റെ ഭാഗമാകാൻ ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഈ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് കുത്തിയോട്ടം. കുത്തിയോട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുന്ന കുട്ടികളെ ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ്. കുത്തിയോട്ട വഴിപാട് നടത്തിയ വീട്ടിൽ നിന്നും കുത്തിയോട്ട സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. കണ്ണും പുരികവും എഴുതിച്ച് മീശയും കൃതാവും വരച്ച് സ്വർണ്ണവർണ്ണമുള്ള പുഷ്പഹാരവും അണിയിക്കും. അരയിൽ തട്ടുടുത്ത് പട്ടുചേലയ്ക്ക് മുകളിൽ വാട്ടിയ തൂശനില കീഴ്പോട്ട് ഉടുപ്പിക്കുന്നു. ഒറ്റപ്പിടിയൻ പിച്ചാത്തി മുനയിൽ പഴുക്കാപ്പാക്ക് കുത്തി നിർത്തി ഇരു കൈകൊണ്ടും കോർത്ത് പിടിപ്പിക്കുന്നു. തുടർന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നു. തകിൽ, നാദസ്വരം, താലപ്പൊലി, അമ്മൻകുട തുടങ്ങിയവ അകമ്പടിയാകും. ദേവീ സാന്നിധ്യമുള്ള കുത്തിയോട്ട വീട്, കുതിരച്ചുവട് എന്നിവിടങ്ങളിൽ വെച്ചാണ് ചൂരൽ മുറിയൽ ചടങ്ങ് നടക്കുക. സ്വർണ്ണ നൂലോ വെള്ളി നൂലോ കുട്ടികളുടെ ഇടുപ്പിലെ ത്വക്കിലൂടെ കുത്തിയോട്ട ആശാൻ കുത്തിവലിക്കുന്ന ചടങ്ങാണിത്. പണ്ടുകാലത്ത് ഘനം കുറഞ്ഞ ചൂരൽ ചീകിയെടുത്ത് തുളച്ചു കയറ്റിയിരുന്നതിനാലാണ് ചൂരൽ മുറിക എന്ന ഈ ചടങ്ങിന് പേര് വന്നത്. കുത്തിയോട്ട സംഘം ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി ദക്ഷിണ സഹിതം നൂല് തിരുനടയിൽ സമർപ്പിക്കുന്നു. കുത്തിയോട്ട കുട്ടികളെ ദത്തെടുക്കുന്ന കുടുംബത്തിലെ ഗൃഹനാഥൻ അലങ്കരിച്ച ചെല്ലം തലയിൽ വെച്ച് മുന്നിൽ പോകും. കുത്തിയോട്ട കുട്ടികളെ ഇതിൻ്റെ പിന്നാലെയാണ് ആനയിച്ചു കൊണ്ടുവരുന്നത്. ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമുള്ള യാത്രയാണിത്. കുത്തിയോട്ട ചുവടുകളോടെ അവരുടെ ആശാനോടൊപ്പമാണ് അവർ വരുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് രാവിലെ 6 മണി മുതൽ ഈ കുത്തിയോട്ട വഴിപാടുകാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഉച്ചയോടുകൂടി തന്നെ എല്ലാ കുത്തിയോട്ട വഴിപാടുകാരും ക്ഷേത്രമുറ്റത്ത് എത്തിയിരിക്കും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കുത്തിയോട്ട വഴിപാടിന്റെ കാഴ്ചകളാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഉത്സവം കുംഭഭരണി ഉത്സവമാണ്. ഭദ്രകാളി പ്രധാനമായ കുംഭമാസത്തിലെ ഭരണി നാളിലാണ് പ്രധാന ഉത്സവം. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഈ ഉത്സവം. അതിഗംഭീരമായ കെട്ടുകാഴ്ചകളാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ദിവസത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് കാലയളവിലാണ് ഈ ഉത്സവം നടക്കുന്നത്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചാന്താട്ടം വഴിപാടായി നടത്തുന്നു. ചാന്താട്ടം ചാന്താട്ടം
ചെട്ടികുളങ്ങരയമ്മയ്ക്കഴകിൽ ചാന്താട്ടം. രാവിലെ മുതൽ കുത്തിയോട്ടത്തിന്റെ ഘോഷയാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. പല പല സമയങ്ങളായിട്ടാണ്. രാവിലെ തന്നെ തുടങ്ങിയതല്ലേ, അപ്പോൾ ഇങ്ങനെ ആരംഭിച്ചു. ഇപ്പോൾ ഇത് തലയിൽ ഇങ്ങനെ കുടയൊക്കെ ആയിട്ട് പോകുന്നു. ഇങ്ങനെ കുത്തിയോട്ടക്കാരെല്ലാവരും ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പോയിട്ടാണ് ചൂരൽ മുറിയൽ ചടങ്ങെന്ന് പറഞ്ഞൊരു കാര്യം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോകുമ്പോൾ അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പല സമയങ്ങളിലായിട്ടാണ് പോകുന്നത്. ഒരു കണ്ടിന്യൂസ് ഫ്ലോ അല്ല, ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ പേള എന്ന് പറഞ്ഞിട്ടുള്ള കരയുടെ കുതിരയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ യാത്രയും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഏകദേശം വൈകുന്നേരം വരെ ഇങ്ങനെ കാഴ്ചകൾ തന്നെയാണ്. ഇത് ഓരോ സ്ഥലത്തുനിന്ന് പോകുന്നതാണ് അല്ലേ? ഓരോ 16 കുത്തിയോട്ടങ്ങളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. എല്ലാ വീടുകളിലാണ് കുത്തിയോട്ടം. കരയ്ക്കകത്ത്, അതായത് നമ്മുടെ 13 കരയ്ക്കകത്ത് 7 കുത്തിയോട്ടവും പുറത്ത് 8 കുത്തിയോട്ടം. ചില കുത്തിയോട്ടങ്ങൾ പോകുന്നത് ഈ വഴിയാണ്. നേരത്തെ ക്ഷേത്രത്തിൽ നിന്നിട്ട് അവിടെ ചൂരൽ മുറിയാതെ, പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അത് കിട്ടത്തില്ല. ഇത് പോകുന്നത് എടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഇവിടെ ഈ കുത്തിയോട്ട കുട്ടികൾ എന്ന് പറയുന്നത്, അതെ അങ്ങോട്ട് ഞാൻ പറഞ്ഞിരുന്നു, കുട്ടിയുടെ കുട്ടികൾ എന്ന് പറയുന്നത് അതൊരു വേറൊരു സങ്കല്പമാണ്. കുത്തിയോട്ട കുട്ടികൾ വേറെ സങ്കല്പമാണ്, അത് എടുക്കാൻ സമ്മതിക്കില്ല എന്നാ പറയുന്നത്. ഓരോ കുത്തിയോട്ടത്തിൽ നിന്നും 25 പേര് അകത്ത് കയറി ദേവിയെ കണ്ട് ദർശിച്ച് തിരിച്ചു വരിക. അപ്പൊ ഈ കുട്ടികളുടെയും അവിടെ വെച്ച് ഈ ചൂരൽ മുറിയൽ ചടങ്ങ് നടത്തുക. അതിനുശേഷം അടുത്ത കുത്തിയോട്ടം കേട്ടു. 12 മണി വരെയെങ്കിലും മിനിമം സമയം എടുക്കും. ഓക്കെ, അതായത് ഇതിപ്പോ 15 കുത്തിയോട്ടക്കാരാണുള്ളത് അല്ലെ? ഗ്രൂപ്പ് വീടുകളിലാണ് കൂടുതൽ, കരയ്ക്കകത്തും പുറത്തും ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അവര് ക്ഷേത്രം വരെ എത്തുന്നതിന്റെ ഒരു ആഘോഷമാണിത്. ഉച്ച വരെ നടക്കുന്ന പറഞ്ഞ ചൂരൽ മുറിയിൽ അവിടെ പോയിട്ടാണ് ഘോഷയാത്രയായിട്ടാണ് ദേവി അങ്ങോട്ട് എത്തിക്കുന്നത്, ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ഓക്കെ, ഘോഷയാത്രയായിട്ടാണ് പോകുന്നത്. അവർ ദേവിയുടെ അടുത്തേക്ക് പോവാണ്. ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ഘോഷയാത്രയാണിത്, ആഘോഷമായിട്ട്. ഈ വൈകുന്നേരത്തെ ചടങ്ങാണ് നമ്മുടെ ഈ പേളയുടെ ഇത് ഇവിടെ നിന്ന് പോകുന്നത് അല്ലേ? അത് എത്ര മണിക്ക് കൊണ്ടുപോകും? 3 മണി കഴിയും. ഇരയുടെ വടക്കിൽ എത്ര ഉണ്ടോ ഹൈറ്റ്? നമ്മുടെ പൊക്കത്തിന്റെ ഒരു വ്യത്യാസം അവിടെ ഈ കാഴ്ചക്കണ്ടത്തിൽ പോയി നിരക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നിരന്ന് നിൽക്കുമ്പോൾ അല്ലേ? നിരന്ന് നിൽക്കുമ്പോഴേ അറിയാം. ഓരോ വർഷവും അതിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ അറിയാൻ പറ്റും. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരം ഉണ്ട് അമ്പലത്തിലേക്ക്. മനുഷ്യർ തന്നെ വലിച്ച് ഈ റോഡിൽ കൂടെ കൊണ്ടുപോകും, അവിടെ വരെ കൊണ്ടുപോകും. നമ്മുടെ വടക്കിന്റെ പ്രത്യേകത, നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തിന്റെ പ്രത്യേകത അത് കണ്ടത്തിലൂടെയാണ് പോകുന്നത്. അതെ, അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, അതായത് ഇതൊക്കെ റോഡിലൂടെ വലിച്ചുകൊണ്ട് പോകുമ്പോഴും എന്താണെങ്കിലും മാനുവലായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ 7 വടക്കിൻ്റെത് കണ്ടത്തിൽ കൂടിയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അത് അവിടെ തന്നെ പണിതിട്ട് അവിടെ നമ്മൾ കണ്ടല്ലോ, ചോട്ടി പോയി നിന്ന് കണ്ടതാണല്ലോ. അത് കുറച്ചുകൂടി പാടാ. അത് ശരിയാ, അത് വലിച്ചുകൊണ്ട് ഇപ്പോൾ വൈകുന്നേര സമയമായി. ഇനി കെട്ടുകാഴ്ചകളുടെ വിശേഷങ്ങളാണ്. കെട്ടുകാഴ്ചകൾ ദേവീ സന്നിധിയിലേക്ക് പല ഭാഗത്തു നിന്നും നീങ്ങുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പം നമ്മളുടെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് പേളക്കരയുടെ കുതിര പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരം സമയമായി. ഇവിടെ ഈ ഭാഗത്തുള്ള പേളയുടെ കുതിരയാണ്. അത് വലിച്ച് ക്ഷേത്രത്തിലെ ആ ഒരു നിലത്തേക്ക് കൊണ്ടുപോവാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ കായിക അധ്വാനം ധാരാളം വേണ്ട കാര്യമാണ്. ആൾക്കാർ വലിച്ചാണ് കൊണ്ടുപോകുന്നത്. ഭക്തജനങ്ങളാണിത്, ഇവിടുത്തെ ഊണാട്ടുകരയുടെ സ്വന്തം ആളുകൾ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഒരു മജസ്റ്റിക് കാഴ്ചയാണിത്. കാര്യം ഇത്രയും ഹൈറ്റുള്ള, ഇത്രയും വെയിറ്റുള്ള ഈ കുതിര അത് കുറേ ആൾക്കാർ ചേർന്ന് മാനുവലായിട്ട് വലിച്ച് റോഡിലൂടെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇങ്ങനെ എല്ലാ കുതിരകളും ഇപ്പോൾ അവിടെ കാഴ്ചക്കണ്ടത്തിൽ നിരക്കും. അതായത് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കൊണ്ട് അടുക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ വരുന്നുണ്ടാകും. അപ്പോൾ 13 കരകളുടെയും കുതിരയും തേരും അതുപോലെ ഹനുമാനും ഒക്കെ അവിടെ എത്തുന്നുണ്ടാകും. എല്ലാവരും വളരെ ഭക്തിപൂർവ്വം ഈ കാഴ്ച കണ്ടുകൊണ്ട് റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് നിൽക്കുകയാണ്.
ഇപ്പോൾ പേളക്കരക്കാരുടെ കുതിര അനങ്ങി തുടങ്ങിയിരിക്കുകയാണ്. താലപ്പലിയുടെ അകമ്പടിയോടുകൂടിയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഏകദേശം 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഓരോ കുതിരയും തേരും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് ഇതുപോലെ നിർമ്മിച്ച് കൊണ്ടുപോകുന്നത്. ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ കാഴ്ചയാണിത്. ആർപ്പുവോ വിളിയോടെയാണ് പേളക്കരക്കാരുടെ കുതിര ക്ഷേത്രാങ്കണത്തിലേക്ക് നീങ്ങുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല എന്താ പറയുക കരിമ്പിന്റെ ജ്യൂസ് നല്ല തണുപ്പിച്ച് തരും, മായം കലരാത്ത ജ്യൂസ്. വീടിന്റെ ബാക്കിൽ ഇവരുകൊണ്ട് സ്റ്റോക്ക് വയ്ക്കുന്നത്, അപ്പൊ പിന്നെ ഭയങ്കര അടുപ്പമാണ്. ഇതെന്റെ എത്രാമത്തെ ജ്യൂസാണ്, ഇന്നലെ തുടങ്ങിയതാണ് കരിമ്പിന്റെ ജ്യൂസ് കുടിക്കുന്നത്. ഐസൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്, ഇഞ്ചി നാരങ്ങ. അടുത്ത പ്രൊസഷൻ ബാക്കിൽ നിന്ന് വരുന്നത് ഭീമനും അതുപോലെ തന്നെ ഹനുമാൻ. ഫ്രണ്ടിൽ വരുന്നത് ഭീമനാണ്. ഭീമനോടൊപ്പം ഈച്ചാടി വല്യമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഗറും കൂടി ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഹനുമാൻ്റെ കൂടെ വരുന്നത് പാഞ്ചാലി. ലേഡീസും ഒക്കെ വലിക്കുവാണ് അല്ലേ? ഓക്കെ, ഇതാണ് ഈച്ചാടി വല്യമ്മ അല്ലേ? സൈഡില് ഭീമസേനന് കണ്ണ് കിട്ടാതിരിക്കാനാണ് ഈച്ചാടി വല്യമ്മ. എല്ലാരും കൂടി വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നോക്കി. എല്ലാം ക്ഷേത്രത്തിന്റെ കാഴ്ചകണ്ഠത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ യാത്ര. നിങ്ങളുടെ സ്ഥലത്തു നിന്നാണോ വരുന്നേ? മറ്റം വടക്ക്. മറ്റം വടക്ക് കര, ആ കരയിൽ നിന്നാണ് അല്ലേ? നിങ്ങളുടെയാണ് ഭീമൻ, 10ാമത്തെ കര. 10ാമത്തെ കരയിൽ നിന്നാണ് ഭീമൻ വരുന്നത്. അപ്പൊ ആ കരയിലെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ വലിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയ ഭീമന്റെ ഒരു വിരലിൽ ഇങ്ങനെ ഒരു കൊല തൂങ്ങി, അതൊരു നേർച്ച കേട്ടോ. ആസ്മയുടെ ഉള്ള ഒരു നേർച്ച ഇടുകയാണ് അല്ലേ? ഓക്കെ, പാട്ടൊക്കെ പാടി സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഒന്നിച്ച് വലിക്കുന്നു, വടം വലിച്ചു കൊണ്ട്. നല്ല ക്രൗഡുണ്ട് കേട്ടോ. ഞാൻ നടന്ന അമ്പലത്തിന്റെ മുറ്റത്ത് എത്തോറായി തോന്നുന്നു, കൂടെ നടക്കുക. ഇതിന്റെ പിന്നാലെയാണ് ഹനുമാൻ സ്വാമി വരുന്നത്. കയ്യിൽ വിരലിൽ കൊല തൂക്കുന്നുണ്ടോ? നേർച്ച കേട്ടോ അത്. അതായത് ഭീമസേനന്റെ വിരലിൽ കൊല തൂക്കുന്ന നേർച്ച. ആസ്മയുടെ അസുഖം, ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് നേരാൻ പറ്റിയ കാര്യമാണ്. ഇത് എന്തോരം കൊലയാണ് കൊടുക്കുന്നത് നേർച്ച. അങ്ങനെ ഭീമസേനനും യാത്രയായി. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കാഴ്ചക്കണ്ഠത്തിലേക്കാണ് ഈ യാത്ര. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ നേർച്ചയായിട്ട് ആൾക്കാർ നേർന്നിട്ടുള്ള കൊലകൾ ഇങ്ങനെ കിട്ടും. അതിങ്ങനെ ഭീമൻ്റെ വിരലിങ്ങനെ തൂക്കിയിട്ട് ഇതുപോലെ വണ്ടിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അത് ഇതിൻ്റെ പിന്നാലെ പോകുന്നു. ഭീമസേനനെ കണ്ടു. ഇപ്പോഴേ വരുന്നത് ഹനുമാൻ സ്വാമി. ഹനുമാരുടെ കൂടെയാണ് പാഞ്ചാലി വരുന്നത്. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ പാഞ്ചാലിയുടെ പ്രതിമയുണ്ട്. ആ കരക്കാരാണ് വലിച്ചുകൊണ്ട് വരുന്നത്. മറ്റം തെക്ക്, അതാണ് ഈ കരയുടെ പേര്. അവരുടെയാണ് ഹനുമാൻ സ്വാമി. പാഞ്ചാലി. ഓക്കെ, ഹനുമാൻ സ്വാമിയുടെ വാല് നോക്കിയേ, നല്ല രസമുണ്ട്. അപ്പം പിന്നെ ഫ്രണ്ടിൽ തന്നെ പാഞ്ചാലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഈ രീതിയിലാണ്. ഇതുമെല്ലാം ചെട്ടികുളങ്ങര അമ്മയുടെ ഫ്രണ്ടിലത്തെ കാഴ്ചകണ്ഠത്തിലേക്കാണ് ഈ യാത്രയും. എല്ലാവരും കൂടി ആ ദേശക്കാർ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി മറ്റം തെക്കിൻ്റെ കരയുടെയാണ്, ആ കരയുടെയാണ്. സമർപ്പണത്തിന്റെയും ദേശക്കൂറിന്റെയും പ്രതീകങ്ങളാണ് ഓരോ കെട്ടുകാഴ്ചകളും. ഗ്രാമവീഥികളിലൂടെയും എള്ളുവിളഞ്ഞ പാടങ്ങളിലൂടെയും മുന്നോട്ട് നീങ്ങുന്ന ഈ കെട്ടുകാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിലെ കാഴ്ചക്കണ്ഠത്തിലെത്തി
ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് കുംഭഭരണി നാളിലെ കെട്ടുകാഴ്ച. ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞാണ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 13 കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത്. ഭീമാകാരമായ അലങ്കരിച്ച ഭീമൻ രഥങ്ങളും പാഞ്ചാലി, ഹനുമാൻ ഇതിഹാസ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായുള്ള വയലിൽ എത്തിക്കുന്നു. അതായത് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്നു. രാത്രി സമയത്ത് ഭഗവതി ജിവതയിൽ ഘോഷയാത്രയായി എത്തി വയലിലുള്ള ഓരോ രൂപങ്ങളെയും സന്ദർശിച്ച് ഭഗവതി 13 കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും കാവുകളിലേക്ക് കൊണ്ടുപോകുന്നു. കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് ഓരോ കരയുടെയും ക്രമമനുസരിച്ചിട്ടാണ് വയലിൽ ഇറക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കര ഈരേഴ് തെക്ക് കരയാണ്. കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിര എന്ന രൂപത്തിന് കുതിര എന്ന ജീവിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു രൂപമല്ല ഉള്ളത്. അതിന് അമ്പരചുംബിയായ ഗോപുരം പോലെയുള്ള ഒരു രൂപമാണുള്ളത്. ഭീമൻ, പാഞ്ചാലി, ഹനുമാൻ എന്നീ രൂപങ്ങൾ ദാരുശില്പങ്ങളാണ്. ഈ ദാരുശില്പങ്ങൾ ഒരുക്കിയെടുക്കുവാനുള്ള പരമ്പരാഗതമായ അവകാശം ഒരു ആശാരി കുടുംബത്തിന് സ്വന്തമാണ്. ഓരോ കുതിരയുടെയും മധ്യഭാഗത്തായി പ്രഭട എന്ന് പറയുന്ന ദാരുരൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ കുതിരയ്ക്കും മുകളിൽ 7 താഴെ 6 എന്ന കണക്കിൽ 13 എടുപ്പുകൾ കാണാം. കുതിരയ്ക്ക് 125 അടിയിലധികം പൊക്കവും ഉണ്ടാകും. ഈരേഴ് തെക്ക്, ഈരേഴ് വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, പേള, നടക്കാവ് എന്നീ 6 കരകളിൽ നിന്നും കുതിരയും, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, കടവൂർ, ആഞ്ഞിലിപ്ര, മേനാമ്പള്ളി എന്നീ 5 കരകളിൽ നിന്നും തേരുകളുമാണ് കെട്ടുകാഴ്ചയ്ക്കായി വരുന്നത്. മറ്റം വടക്ക് കരക്കാർ ഭീമന്റെയും മറ്റം തെക്ക് കരക്കാർ ഹനുമാന്റെയും പാഞ്ചാലിയുടെയും രൂപങ്ങളാണ് കെട്ടുകാഴ്ചകളായി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള കാഴ്ചക്കണ്ടത്തിൽ കുംഭഭരണി നാളിൽ സന്ധ്യയോടെ അണിനിരക്കുന്ന തേരും കുതിരയും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വർണ്ണക്കാഴ്ചയ്ക്ക് സമാനമായ ദൃശ്യം അപൂർവമാണ്. കറുപ്പിലും ചുവപ്പിലും അഗ്നിപ്രഭയിലും അഭിരമിക്കുന്ന ആണ്ടിലൊരിക്കൽ ചെട്ടികുളങ്ങര ഭഗവതി നടയിൽ അരങ്ങേറുന്ന ഈ കെട്ടുകാഴ്ചകൾ ചേതോഹരമാണ്. ചെട്ടികുളങ്ങരയിലുള്ള അത്രയും ഉയരമുള്ള കെട്ടുകാഴ്ചകൾ കേരളത്തിന്റെ മറ്റൊരിടത്തും കാണാനാവുകയില്ല. ചെട്ടികുളങ്ങര അമ്മയുടെ കുംഭഭരണിയുടെ ലാസ്റ്റ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ സമയമായി. പക്ഷേ വീട്ടിനകത്ത് ഇപ്പോൾ നോക്കിയ ക്രൗഡ് നോക്കിയ എല്ലാവരും നമ്മുടെ ബന്ധുമിത്രാദികളാണ് ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തന്നെ. തുടക്കത്തിൽ നിന്നും 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കണ്ട ആൾക്കാരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകത, അതായത് അത്രയ്ക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് എല്ലാവർക്കും. ഏത് ദേശത്താണെങ്കിലും ഓടി എത്തും, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് എല്ലാ വർഷവും ഈ ഭരണിയോടനുബന്ധിച്ച് എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവരോടും, അപ്പോൾ രഞ്ജിത്തിനോട് സ്പെഷ്യൽ താങ്ക്സ്, അവിടെ എല്ലാം ഓർഗനൈസ് ചെയ്ത് തന്നു ആൻഡ് ഹോസ്റ്റ് ചെയ്ത ഭാര്യ ഭർത്താവ് ലക്ഷ്മിയും ഓക്കെ എല്ലാവരും. ഓക്കെ ടാറ്റാ. തമ്മിൽ അതെ ഓക്കെ 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 ബൈ ബൈ. പോയിട്ട് വരാം. ഓക്കെ ശരി ചേച്ചി.